ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്താണ് ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പോസ്റ്റ് ചെയ്തിരിക്കണേ. കുറേ കാർഡ്സ് തിരിഞ്ഞു. ഓക്കെ, പോസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. പോസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ദിവസമൊക്കെ നെഗറ്റീവ് കാർഡാണ് വരുന്നത്, സാരില്ല, അതൊക്കെ ഒരു ഗൈഡൻസ് ആണെന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അതായത് പണം നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള പണം ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മണി മാനിഫെസ്റ്റേഷൻ, മണി വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റീസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ വേണ്ട പണം നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. പണത്തിന് ഇന്ന് ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇത് വീടുമായി ബന്ധപ്പെട്ട്, അതായത് പാരമ്പര്യ സ്വത്തിനെ പരിപാലിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു വർക്കിംഗ് വുമൺ എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. വീടിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അതായത് വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, വീട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ പരിപാലിക്കാൻ വേണ്ടി അവിടെ നിങ്ങളുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന ഹോം അപ്ലയൻസസ് മേടിക്കുന്നതാവാം. അങ്ങനെ വീടിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. പ്ലസ് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരുടെ എനർജി കാണുന്നുണ്ട്. പണം ആവശ്യമുണ്ടെന്ന്, പക്ഷേ ആ പണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഹാങ്ഡ് മാൻ ഇത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ കോൺഫ്ലിക്റ്റഡ് ആയിരിക്കുന്നു, ഒരു സാഹചര്യത്തിൽ കോൺഫ്ലിക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ എന്ത് സാഹചര്യമാണ് നിങ്ങളെ കോൺഫ്ലിക്റ്റഡ് ആക്കുന്നതെന്ന് നോക്കട്ടെ. എന്താണ് ഹാങ്ഡ് മാൻ ആയിട്ടിരിക്കുന്നത്? ഹാങ്ഡ് മാൻ ആവാന്ന് വെച്ചാലേ നമുക്കൊരു അറിയാലോ, ഒരു സ്റ്റക്കായി നിൽക്കുക. അതായത് ഒരു കാര്യം ചെയ്യാനുണ്ട്, പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുത്തിട്ട് അത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്? വീണ്ടും അത് തന്നെയാണ് കേട്ടോ, പണമാണ്. അതുപോലെ ഹീറോഫിൻ്റ് ഇതേ ഈ ഡിവോഴ്സിലേക്കൊക്കെ പോകുന്ന ബന്ധം ഉള്ള ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ കുറേ മണി എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാകാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ പണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് ഇന്ന ദിവസം ആ ഡിവോഴ്സിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് പണത്തിൻ്റെ പേരിൽ സ്റ്റക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ അത് പെറ്റി പെനാൽറ്റി ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ നിങ്ങൾ റെമിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും പിരിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പൈസ ചോദിച്ചു വരുമ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ പൈസ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും പണത്തിന് വേണ്ടിയിട്ടാണ് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡിസിഷനാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു എന്നാണ് കേട്ടോ. കുറച്ചൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു കുറച്ച് പേർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ മാക്സിമം ഇല്ല എന്ന് വിചാരിക്കാതെ ഉണ്ട്, ഒരുപാട് കയ്യിൽ നിങ്ങളുടെ പണം ഉണ്ട് എന്ന് വിചാരിക്കണം. അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, അതുപോലെ പണം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. മണി ഹോപ്പനപ്പനോ ചൊല്ലണം. ദെൻ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ജോലി ചെയ്യുക, പണം നേടുക എന്നുള്ളതാണ് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നമ്മളൊരു സ്കില്ല് നേടുക, ആ സ്കില്ലിനനുസരിച്ച് വർക്ക് ചെയ്യുക, എന്നിട്ട് പണം നേടുക. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഒരു ജോലി പഠിക്കുക, അതിൽ നിന്ന് പണം നേടുക, അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇവിടെ ഒരു ഗൈഡൻസ് എടുക്കുക എന്നൊരർത്ഥമുണ്ട്. അതായത് നമ്മൾ ഒരു ആളിൽ നിന്ന് മേ ബി നിങ്ങളൊരു മധ്യസ്ഥത കണ്ടുപിടിക്കുന്നതായിരിക്കും. ഒരാളുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്ത് അത് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. അവിടെയും ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൊളാബറേഷനിലേക്ക് വരിക, കൂട്ടുചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെയാണ്. ഇപ്പം നിങ്ങൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഇന്ന ദിവസം ഒരു ടീം വർക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ.
ദെൻ ഓൾറെഡി പറഞ്ഞല്ലോ, പണി ചെയ്യുക, പണം കിട്ടുക, ആ ഒരു എനർജി ഉണ്ട്. എന്തായാലും കുറച്ച് പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. ദെൻ ഗൈഡൻസ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ പുതിയ കാര്യം പഠിക്കാൻ പോവുക. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ലെവൽ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഫുള്ള് പെൻറ്റക്കിൾസ് ആണല്ലോ. നെക്സ്റ്റ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസയ്ക്ക് 2 ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 2 ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം ഉണ്ട്. അപ്പോൾ അതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ വരുന്നതാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾക്ക് 2 സ്ഥലത്തു നിന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിൽ എവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ 2 പ്രയോറിറ്റി ഉണ്ടെന്നാണ് കേട്ടോ. 2 കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ടാവും. പണവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്ന് ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മൊത്തത്തിലൊരു പെൻറ്റക്കിൾ എനർജിയാണ് ഇന്ന്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ദിവസം പോലെയാണ് കാണുന്നത് കേട്ടോ. പണം 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 ഇതേണ്ടേ 5 ഓഫ് പെൻറ്റക്കിൾസ്. ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ പുവർ മണി മൈൻഡ് സെറ്റാണ്. പൈസ ഇല്ല 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 എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വരും. ഓ, ഇതൊക്കെ എങ്ങനെ ചെയ്യാനാ, അതിന് എവിടെ നിന്നാ പൈസ, ആരും ഹെൽപ്പ് ചെയ്യാനാ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. ആരും ഹെൽപ്പ് ചെയ്യേണ്ട, ആരും തരുമൊന്നും വേണ്ട, നമ്മൾ തന്നെ ശ്രമിച്ചാൽ നമുക്ക് ഈ പണമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊരു മണി ലോസിൻ്റെയും കൂടിയാണ്. അപ്പോൾ പണം നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അതായത് പണം ഏത് രീതിയിൽ വിനിമയം ചെയ്യുമ്പോഴും, കൊടുക്കുമ്പോഴായാലും വാങ്ങിക്കുമ്പോഴായാലും, ഇനി എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴായാലും അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇതിപ്പോൾ ആവശ്യമുള്ളതാണോ, ഇപ്പോൾ റൈറ്റ് നൗ അതൊരാവശ്യമാണോ, ആണെങ്കിൽ മാത്രം അത് സ്പെൻഡ് ചെയ്യുക. ആ സ്പെൻഡ് ചെയ്ത പണം വേർത്താണോ, അതുപോലെ അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസ് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പണം ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കുറച്ചൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 4 ഓഫ് സോഡ്സ് ആണ്. ഇത് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. റെസ്റ്റ് എടുക്കണം എന്നുമുണ്ട്. അതുപോലെ റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്യുന്ന ആളുകളോട് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഓടി നടന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുവാണ്, യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കണം. നിങ്ങളുടെ ബോഡി അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കണം എന്ന് നിങ്ങളുടെ ബോഡി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോയിട്ട് കുറച്ച് സമയം കിടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഡിസിനസ് അല്ലെങ്കിൽ ഒരു മടി ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് കിടക്കുക, മടിക്കുക, ഒരു കാര്യം ചെയ്യാൻ ലാഗ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള എനർജി നിങ്ങൾക്കും കാണും. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ബാക്ക് പെയിനോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കേട്ടോ. ബാക്ക് പെയിന്, കാല് ഒക്കെ പെയിൻ, ഷോൾഡർ, നെക്ക് ഒക്കെ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. അതുപോലെ ഈ സർജറിയൊക്കെ ചെയ്യാൻ പ്രിഫർ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സർജറി ചെയ്യുന്നതോ സർജറി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നതോ ആകാം. അതുപോലെ ആയുധങ്ങൾ കൊണ്ടിട്ടുള്ള മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, വീഴാതെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ 4 ഓഫ് സോഡ് എപ്പോഴും പറയുന്ന പോലെ മരണം കേൾക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കണം. ദെൻ 7 ഓഫ് സോഡ്സ് ഒരു ബിട്രയൽ ആൻഡ് ചീറ്റിംഗ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഉള്ള ഒരു ചതിയാണ്. പാസ്റ്റിൽ മേ ബി നിങ്ങളെ മറ്റുള്ളവർ എന്തെങ്കിലും, നിങ്ങളിപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം, അതിന് ശരിക്കുള്ള വില എന്താണ്, ആ വില ശരിക്കും ആ വസ്തുവിനുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അതിന് 1 or 2 ഇടങ്ങളിൽ പോയിട്ട് അതിൻ്റെ വില ചോദിച്ചതിന് ശേഷം മാത്രമേ അത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചതി വരാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 7 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ പാസ്റ്റിൽ നിങ്ങളെ ഈ 4 ഓഫ് സോഡും 7 ഓഫ് സോഡും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളെ കിടത്തിക്കളഞ്ഞ, അതായത് നിങ്ങളെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട്, അതായത് നിങ്ങളെ ഒരു കടുത്ത ഡിപ്രഷനിൽ കൂടെ കടത്തി വിട്ടിട്ട് നിങ്ങളെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടത്തി വിട്ടിട്ടുള്ള, പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതായത് പാസ്റ്റിൽ ചതിച്ചിട്ട് പോയ ആളാണ്. അപ്പോൾ ആ ചതിയുടെ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ ഇനി എന്ത് പൊന്നെന്തേനും കൊണ്ട് തന്നാലും, ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചതെന്ന് പറഞ്ഞാലും, ഇനി ഒരിക്കൽ കൂടി ആ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം അത് ഓൾറെഡി ചതിച്ചിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് തന്നെ അറിയാം അയാൾ ചതിയാണ് ചെയ്തതെന്ന്. അപ്പോൾ അയാൾ ചിലപ്പോൾ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, വൺസ് എ ചീറ്റർ ഈസ് എ ചീറ്റർ ഫോർ എവർ ആണ്. ഒരിക്കൽ ചതിച്ച ആൾ വീണ്ടും ചതിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു
ടെൻഡൻസി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരാൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾക്ക് സെൽഫ് വർത്ത് കൊടുക്കുക, സെൽഫ് എസ്റ്റീംഡ് ആയിരിക്കുക. അതിനുശേഷം മാത്രമേ മറ്റൊരാളെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചതിച്ചു പോയിട്ടുള്ള ഒരാൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്നേ ദിവസവും ശ്രദ്ധിക്കണം, ഒരു ചതിവ് പറ്റാൻ, ഒരു ബിട്രയൽ പറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ചുളുവലയ്ക്ക് നമ്മുടെ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുക, നമ്മളെ പറഞ്ഞ് കബളിപ്പിക്കുക, പറ്റിക്കുക, വിശ്വാസവഞ്ചന കാണിക്കുക. നമ്മൾ മാത്രം അതറിയില്ല. അപ്പോൾ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ പറ്റിക്കപ്പെടുവാണെന്ന്, നമ്മൾ മാത്രം അത് അറിയത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചതിവൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചതി പ്രതീക്ഷിക്കുക, സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ദെൻ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതൊരു നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, നിങ്ങളെ പല കടുത്ത മാനസിക സംഘർഷങ്ങളിൽ കൂടെ കടത്തി വിട്ടിട്ടുള്ള ആളായിരിക്കാം. ആ ആളാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ. നിങ്ങളുടെ സോൾമേറ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. 4 ഓഫ് കപ്സ് എന്തോ പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു എന്നാണ്. നഷ്ടപ്പെട്ടു പോയത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനേക്കാൾ മികച്ചത് നമുക്ക് നേരെ നീട്ടപ്പെടുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തത് നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന വാതിലെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പുറത്ത് തുറന്ന വാതിലുകളുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്. നമ്മൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അടഞ്ഞ വാതിലിൽ നോക്കി നമ്മൾ ദുഃഖിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കയ്യിൽ നീട്ടി സ്വീകരിക്കുക. അതിൻ്റെ നന്മതിന്മകളൊക്കെ ഇനി നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഭയങ്കര പെയിനിൽ കൂടെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പം ഇൻറ്റ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. എവിടെയാണ് നമുക്ക് ഫോൾട്ട് പറ്റിയത്, എന്തായിരുന്നു നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഏത് മിസ്റ്റേക്ക് മുതലെടുത്തിട്ടാണ് നമ്മുടെ പാസ്റ്റിൽ നമ്മളെ ആളുകൾ പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇൻറ്റ്യൂഷൻ, ആ ഒരു ധാരണ, സ്വന്തം ധാരണ ഉള്ള ഒരു വ്യക്തി ഇനി ഒരിക്കൽ കൂടി ഒരു ചതിയിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. ആ ലെസൺ ലേൺ ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പോൾ നിങ്ങളിനി പാസ്റ്റിൽ നോക്കി വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ പാസ്റ്റാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കിയത്. അപ്പോൾ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതിന് നന്ദി പറയുക. നിങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്ന് എന്നെ ചതിച്ചതുകൊണ്ടാണ് ഞാനൊരു മികച്ച വ്യക്തിയായിട്ട് മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഈ പാഠങ്ങളൊക്കെ പഠിച്ചത് നിങ്ങൾ കാരണമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളെ എൻ്റെ ലൈഫിൽ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പല ആളുകളെയും നമ്മൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. മിക്കവാറും നമുക്ക് നമ്മുടെ ആരോഗ്യമല്ല എങ്കിൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ വ്യക്തികൾ മൂലമായിരിക്കും നമ്മളെ കൊണ്ടായിട്ടുള്ളത്. ആരോഗ്യം മാത്രമാണ് നമുക്ക് പഴയ കാർമയിൽ നിന്ന് വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് എനർജി കൊണ്ടോ ഒക്കെ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ മിക്കവാറും ഒട്ടുമിക്ക പ്രശ്നങ്ങളും, ഹെൽത്ത് ഒഴിവാക്കി ബാക്കി എല്ലാ പ്രശ്നങ്ങളും വ്യക്തികളിലൂടെ തന്നെയാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തികളെ വിട്ടയക്കുക, അവരെ ഫൊർഗീവ് ചെയ്ത് വിട്ട് കളയുക. അവർ പൊക്കോട്ടെ. അവർ ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺസ് അവർ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളവരാണ്, ഒരിക്കൽ കൂടി അവർക്ക് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റരുത്. ആ ഒരു രീതിയിൽ നമ്മളെ ഉയർത്തണം എന്നുള്ളതാണ്. നമ്മുടെ എനർജി ഉയർത്തിയാൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എനർജി നിങ്ങൾ ഉയർത്തുന്നില്ല എങ്കിൽ വീണ്ടും വീണ്ടും അതേ പാറ്റേണിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങളെ ചീറ്റ് ചെയ്യും, നിങ്ങൾ സെയിം പെയിനിലൂടെ വീണ്ടും വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ എന്തൊരു കാര്യം കൊണ്ടാണോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, ആ കാര്യം എന്താണ്, എന്തുകൊണ്ട് അത് സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പുതിയ ഓഫർ ഇന്ന് വരും. ഇന്ന് പുതിയ ഓഫറുണ്ട്, ആ ഓഫറിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സോൾമേറ്റിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സോൾമേറ്റ് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നവരാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സോൾമേറ്റ് ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, നമുക്ക് വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ ഒരു കൈ അകലത്തിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പോസിറ്റീവ്സ് മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഇത് പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങുന്ന ആളുകളാണ്. നിങ്ങളുടെ കയ്യിൽ ഒറ്റയ്ക്ക് നടത്താൻ പൈസ ഇല്ലയെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ മറ്റാരെങ്കിലും കൂടെ കൂട്ടിയിട്ട് ചെയ്താലോ എന്ന് അന്നേരത്തെ ഒരു ധൃതിക്ക് തോന്നും. പക്ഷേ അപ്പോൾ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആലോചിക്കുക. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരുന്ന ആളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. അവർ സെൽഫിഷ് ആണോ, അതോ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോകുക കേട്ടോ. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. സോൾമേറ്റ്സിൻ്റെ റീയൂണിയൻ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിച്ച സാധനമായിരിക്കും, പക്ഷേ അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ പണമായിരിക്കാം, ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം.
അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് വരുന്ന എന്താണോ അതിനെ കൈനീര് സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇന്നേ ദിവസം അത് കുറച്ച് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പാസ്റ്റിലത്തെയൊക്കെ പൊക്കോട്ടെ, പാസ്റ്റിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണേ. കിങ് ഓഫ് സോർട്സ് ആണ്. ഇത് തന്നെയാണ് പറഞ്ഞത്, കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ ഐ ഷുഡ് ഹാവ് ടേക്കൺ, ദെൻ എങ്ങോട്ടാണ്, വേർ ടു ഐ ആം ഹെഡിങ്, ഞാൻ എങ്ങോട്ടാണ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇമോഷൻസിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നമ്മൾ ഇമോഷണലി കാണേണ്ട കാര്യങ്ങളെ മാത്രം ഇമോഷണലി കാണുക, അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു ബാക്ക് സ്റ്റാബിങ് പ്രതീക്ഷിക്കുക. എല്ലാ ആളുകളും നല്ലവരായിരിക്കില്ല, എല്ലാ ആളുകളും മോശക്കാരും ആയിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഏത് ആളുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അവിടെ ഒരു പോസിബിലിറ്റി ഓഫ് ബാക്ക് സ്റ്റാബിങ് പ്രതീക്ഷിക്കുക. അപ്പോൾ എന്നാലാണ് നമുക്ക് അവരെ ഒരു കൈകാലത്തിൽ നിർത്താൻ പറ്റുള്ളൂ. ഇനി അത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ അത് വർക്കാവും എന്ന് വിചാരിക്കുന്നവരോടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക്, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നെയ്ബർഹുഡ് ആയിക്കോട്ടെ, അതല്ല ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, മദർ ആൻഡ് ചിൽഡ്രൻ ആയിക്കോട്ടെ, എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നമുക്ക് ഒരു സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നാൽ വഴക്കുണ്ടാക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാവണം. ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. ചിലപ്പോൾ ഒരു ഇൻസൾട്ടൊക്കെ ഉണ്ടാവാൻ